നമസ്കാരം. വയനാട് ചൂരൽമലയിൽ പ്രഖ്യാപിച്ച വീടുകളെല്ലാം നിർമ്മിച്ച് നൽകിയിട്ട് ഇതാ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ 5 മോഹന വാഗ്ദാനം. തെരഞ്ഞെടുപ്പിൽ ആ അധികാരം ഞങ്ങൾക്ക് തരൂ. വയനാട് ചൂരൽമലയിലെ പാവപ്പെട്ട മനുഷ്യരുടെ പേരിൽ അല്ലെങ്കിൽ പ്രളയം ചിതറിച്ച ആ മനുഷ്യരുടെ പേരിൽ പിരിവെടുത്ത പണം കൊണ്ട് 1.5 വർഷത്തിലേറെയായിട്ട് ഒരു ചെറിയ കല്ലിട്ടിട്ട് ആ വഴിക്ക് പോയവർ ആ അധികാരം ഇങ്ങ് തന്നാൽ 3000 രൂപ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ തരാം. നിങ്ങൾക്ക് വളരെ സന്തോഷമായില്ലേ? എങ്ങനെ വയനാട് ദുരന്തമുണ്ടായ സന്ദർഭത്തിൽ 100 വീട് KPCC, 100 വീട് കർണാടക, 30 വീട് യൂത്ത് കോൺഗ്രസ്, എല്ലാവർക്കും വീട് കിട്ടിയില്ലേ? ഇനി എന്ത് വേണം? ഇനി വീടിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ലോ. പറഞ്ഞ വാക്ക് അതേപടി പാലിച്ച് നിങ്ങളെ മുന്നിൽ കാണിച്ചില്ലേ? അതിനുശേഷമാണ് ഏറ്റവും ഫ്രഷ് എപ്പിസോഡ് എത്തുന്നത്. ഇതെല്ലാം കേൾക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ് എന്ന് ചിന്തിച്ചിട്ടും അവർക്കൊന്നും ഒരു വിലയില്ല, ഇവരൊക്കെ ഇത്ര കഴുതകളാണെന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ കരുതുന്നുണ്ടല്ലോ എന്നാണ്. എന്തായാലും ഒരു കാര്യം, ഈ പറഞ്ഞ 5 പദ്ധതികൾ നിങ്ങൾ മനുഷ്യരായിട്ടുള്ളവരാണെങ്കിൽ ചിന്തിച്ചു നോക്കൂ. KSRTCയിലെ ജീവനക്കാരും പെൻഷൻകാരും ഈ ഒരു പ്രഖ്യാപനം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. കാര്യം ഇവരുടെ കാലഘട്ടത്തിൽ ഇതിനെ നിർത്തുന്നതാണ് നല്ലതെന്ന് പറഞ്ഞെടുത്തുനിന്ന് ഓടിച്ച് അതിനെ ഒന്ന് കരകയറ്റി കൊണ്ടുവരികയാണ്. 1-ാം തീയതി ശമ്പളം, പെൻഷനുകൾ മുടങ്ങാതെ കൊടുക്കുന്നു. പോരാത്തതിന് ജീവനക്കാർക്ക് 1 കോടി രൂപയുടെ ഇൻഷുറൻസ്. എന്നിട്ടും ഇതുവരെ കടത്തിൽ നിന്ന് കരകയറിയിട്ടില്ല. കടത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഒരു ഘട്ടം പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സ്വന്തം നിലയ്ക്കുള്ള വരുമാനം വർദ്ധിപ്പിച്ചപ്പോൾ ഈ അടവ് ഏകദേശം സർക്കാരിനെ ആശ്രയിക്കാത്ത രീതിയിലേക്ക് പോകാം. അവിടെ ഞങ്ങൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഉദ്ദേശം എന്താണ്? തകർത്ത് തരിപ്പണമാക്കുക. അതായത് പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങളോ സൗജന്യങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ വാരിക്കോരി സഹായിക്കുമെന്ന് കരുതുന്നിടത്ത് ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് വയനാട് തൊട്ട് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. അതിനപ്പുറത്തേക്ക് 3000 രൂപ ക്ഷേമ പെൻഷൻ, 600 രൂപയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായിരുന്നത്. ഈ നാട്ടിൽ പെൻഷൻ മേടിക്കുന്ന അപ്പൂപ്പനും അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 15000 രൂപ തന്ന സന്ദർഭമുണ്ട്. എന്തുകൊണ്ട്? ഇവർ പ്രഖ്യാപിച്ചാൽ കൊടുക്കുമെന്നുള്ളത് കൊണ്ട് 18 മാസം അവിടെ കുടിശ്ശിക ഇട്ടിട്ട് പോയി. ആ കുടിശ്ശിക ഇട്ടത് അടുത്ത സർക്കാരാണ് വന്നിട്ട് ഓരോരുത്തർക്കും ആ സന്ദർഭത്തിൽ ഇവർ ബാക്കിയാക്കി പോയ 15000 രൂപ വെച്ച് കുടിശ്ശിക തീർത്തു തന്നു. അതിനുശേഷമാണ് GST ഉൾപ്പെടെയുള്ള ഒരു രാജ്യം ഒരു നികുതി എന്ന രീതിയിൽ നമ്മുടെ നാട്ടിൽ നിലനിന്ന വരുമാനമെല്ലാം കൂടി കേന്ദ്രന്മാർ പിടിച്ചു പറിച്ച് കൊണ്ടുപോയിട്ട് ഓരോ കാര്യം പറഞ്ഞ് തരാതിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ നാട്ടിലുണ്ട്. ആ നിലയ്ക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ 3000 രൂപ ഞങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുക്കും. ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവെന്നാണ്. എന്നിട്ട് എവിടെ നിന്ന് എടുത്തു കൊടുക്കും? ഈ സതീശന്റെയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെയും വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കൂ? അതൊന്നും ചോദിക്കരുത്. ഞങ്ങൾ അന്ന് പ്രഖ്യാപിക്കും. കേട്ടിട്ട് അയ്യോ ഇപ്പൊ നമുക്കിതെല്ലാം കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരു മരമണ്ടന്മാരാണ് കേരളത്തിലെ ജനങ്ങളെന്ന് ഇവർ കരുതിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ, 5 ലക്ഷം രൂപ വിദ്യാർത്ഥികൾക്ക് പലിശരഹിത ലോൺ. ഇതൊക്കെ ഏതെങ്കിലും നടക്കണ കാര്യമാണോ? നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഇവർ പുറത്തിറക്കിയ ഒരു പ്രകടന പത്രികയുണ്ട്. ഒന്ന് ദയവ് ചെയ്ത് അത് പോയി എടുത്തൊന്ന് നോക്കിയതിന് ശേഷം ഏതെങ്കിലും ഒരു കാര്യം, അതായത് പ്രഖ്യാപിച്ചതിൽ ഏതെങ്കിലും ഒരു കാര്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടാണ് ഇവർ ഈ വർത്തമാനം പറയുന്നെങ്കിൽ അതിൽ അന്തസ്സുണ്ട്. എന്നാൽ ഇതൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി. വാഗ്ദാനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മണ്ടന്മാരായിട്ടുള്ള വോട്ടർമാർ അത് കേട്ടവർ സ്വപ്നലോകത്തിലെ ബാലഭാസ്കരന്മാരാകും. എന്നിട്ട് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് വോട്ട് കുത്തിത്തരും. അതോടുകൂടി നമുക്ക് കയറാം. അന്നത്തെ പോലെയുള്ള തീവെട്ടിക്കൊള്ള. എങ്ങനെ? ഞങ്ങളുടെ പോക്കറ്റ് എല്ലാം കാലിയായിരിക്കുകയാണ്. വയനാട് പോലും പ്രഖ്യാപിച്ചൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അധികാരത്തിൽ വന്നിട്ട് വേണം എല്ലാം കൂടി ഞങ്ങൾക്ക് ഒരൊറ്റ കൃഷിയോടുകൂടി കൊണ്ടുപോകാനായിട്ട്. ഇതല്ലാതെ ഈ സംസ്ഥാനത്ത് ഇവർ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം പ്രായോഗികമായി നടപ്പാക്കാൻ പറ്റുമെന്ന് ഏതെങ്കിലും ഒരു സാമ്പത്തിക വിദഗ്ധൻ പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യത്തെ അംഗീകരിക്കാം. സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് 2500 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടും ബാക്കിയുള്ള കുടിശ്ശികകൾ കൊടുത്തു തീർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 2500 രൂപ പ്രഖ്യാപിച്ചാൽ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വരും. അതിനെയാണ് ഞങ്ങൾ വന്നുടനെ എടുത്ത് കൊടുക്കുമെന്ന്. എവിടെ നിന്ന് എടുത്തു കൊടുക്കും? ഇതൊന്നും കൊടുക്കാൻ വേണ്ടിയല്ല. ദയവ് ചെയ്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് ഈ വായാടികൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചാൽ വയനാട്ടിലെ മനുഷ്യർ, ഏത് മനുഷ്യർ? ദുരന്തത്തിൽ വീണുപോയ മനുഷ്യരുടെ പേരിൽ പിരിവെടുത്തത് എത്ര രൂപയുണ്ടെന്നോ, ആപ്പ് എവിടെയെന്നോ, ഒരു കല്ലിടാൻ പോലും അല്ലെങ്കിൽ ഒരു വീടിന് വേണ്ടി വാനം കുഴിക്കാത്ത ഇവർ
ഇനിയിപ്പോ ഇതൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ പണം പോലും ഇവരുടെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നതായിരുന്നില്ല, നാട്ടുകാരിൽ നിന്ന് പിരിച്ച പണമാണ്. ആ പിരിച്ച പണം നിങ്ങൾ ഓരോന്നും എടുത്ത് നോക്കിയാൽ മതി. KPCCയുടെ 135 ഫണ്ട്, 136 ഫണ്ട്, എന്തിനേറെ പറയുന്നു, കെ കരുണാകരന്റെ സ്മാരകം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ എത്ര തവണ പിരിച്ചു? ഏതെങ്കിലും സ്മാരകം നമ്മുടെ നാട്ടിൽ പൊന്തിയോ? അതുകൊണ്ട് ചിന്തിക്കൂ. ഇമാതിരി മോഹന വാഗ്ദാനവുമായിട്ട് വരുമ്പോൾ ഇറങ്ങണ വെളിയിലെന്ന് പറയാനുള്ള അന്തസ് ഈ നാട്ടിലെ ജനങ്ങൾ കാണിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.